എല്ലാവരും വല്ലാതെ വേദനയോടെ കാത്തിരുന്നൊരു രംഗമായിരുന്നു അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു ശരീരമെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ആ ചെറുപ്പക്കാരനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും വല്ലാതെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ശരീരം എൻ്റെ പ്രിയമുള്ളവരെ കണ്ടെത്താനായി. വല്ലാത്ത വേദനയേറിയ രംഗമാണ്. നമ്മൾ ആ ഓരോ ന്യൂസുകളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ, അത് പറയുമ്പോൾ പടച്ചറബ്ബേ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മൃതദേഹം തൻ്റെ വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ ആ നാട്ടുകാർക്ക് മുഴുവനും പറയാനുള്ളത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് വളരെയധികം നന്മകളാണ്. നല്ല നന്മകളാണ് ആ നാട്ടുകാർക്ക് പറയാനുള്ളത്. ആയിരക്കണക്കിന് ആളുകളാണ് ആ ചെറുപ്പക്കാരൻ്റെ മൃതദേഹത്തിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ ഒരു നാട്ടിൽ ഒരു നോക്കിന് വേണ്ടി ആ കുടുംബത്തിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഭാര്യയെ, പിഞ്ചു മകനെ, മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുടുംബത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എത്ര ആളുകളാണ് ആ ചെറുപ്പക്കാരൻ്റെ വീടിന്റെ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ ചരിത്രമായ ഒരു മരണം തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ മരണം, അല്ലേ? ഇത്രയും ദിവസം നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് അവനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ. നമുക്കറിയാം, ആ ലോറിയുടെ ഉടമ മനാഫ് എന്ന് പറയുന്ന സഹോദരൻ തൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ, എൻ്റെ സഹോദരനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യനാണ് മനാഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എതിരായിക്കൊണ്ട് പല രീതിയിലുള്ള അക്രമങ്ങൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നടന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്താണ്, ചന്ദനം കടത്താണ്, എന്തെല്ലാം രൂപത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട് അവസാനം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ എടുത്തിട്ട് ആ ലോറിങ്ങൾ അവിടെ തന്നെ താഴ്ത്തിക്കോളി, എനിക്കത് വേണ്ട, അത് കിട്ടാനല്ലേ അല്ലേ, അത് കിട്ടാനാണല്ലോ നീ അത് പിന്നെ ഇത്രയും കാത്തിന്. ആ രൂപത്തിലൊക്കെ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നിങ്ങൾക്കൊക്കെ നീ നല്ല മനസ്സ് നൽകണേ റബ്ബേ. ഒരു വലിയ വിപത്ത് മുമ്പിൽ കാണുമ്പോഴും അതിനെ പല രൂപങ്ങളിലേക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന എത്രയോ ക്രൂരമായ ഹൃദയങ്ങളുണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹു ബോധം തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ ആ പ്രിയപ്പെട്ട മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, മുതലാളിമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു വാക്കാണ്, നമ്മളെല്ലാ ലോക ജനത മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്. മനാഫിന്റെ ഒരു വാക്കുണ്ട്, നമ്മളൊക്കെ കഞ്ഞി കുടിക്കുന്നത് ഇങ്ങനത്തെ പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്നത് കൊണ്ടാണ് മുതലാളിമാരായ ഞങ്ങളൊക്കെ പണിയെടുക്കുന്നത്. ഏതെങ്കിലും ഒരു മുതലാളിക്ക് പറയാൻ കഴിയുമോ? AC കാറിൽ വരുന്നത്, അല്ലേ, നല്ല വെള്ള വസ്ത്രം ധരിക്കുന്നത്, നല്ല ഭക്ഷണം തൻ്റെ വീട്ടിൽ ഭാര്യയോടൊത്ത് കഴിക്കുന്നത്, മുതലാളിമാർ എന്ന് പറയുന്ന പട്ടം ചാർത്തി നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനാഫ് പറഞ്ഞ ഈ ഒരു വാക്ക്. നമ്മൾ കഞ്ഞി കുടിക്കുന്നത് ഈ തൊഴിലാളികൾ, ഞങ്ങളുടെയൊക്കെ കീഴിൽ ജോലി ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകൾ, അവരൊക്കെ ജോലി ചെയ്ത് അവർക്ക് അധ്വാനിച്ച് അവർ വേറെ പൊട്ടിയത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇന്നത് ഭക്ഷണം കഴിക്കുന്നതെന്ന് ആ മനുഷ്യന്, ഒരു മുതലാളിക്ക് പറയാൻ കഴിയണം, ചിന്തിക്കാൻ കഴിയണം. അല്ലാഹു മനാഫിന് അല്ലാഹു തആല അർഹമായ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ആ ചെറുപ്പക്കാരന് വേണ്ടിയിട്ട് കാത്തിരുന്നു അദ്ദേഹം. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആ ഒരു ഭാര്യയുടെ അവസ്ഥ എന്താണ്? ജോലിയൊക്കെ സർക്കാർ കൊടുത്തു, പക്ഷെ എന്നിരുന്നാലും നഷ്ടപ്പെട്ടതിന് ഒരിക്കലും തന്നെ പകരമാകില്ല എന്ന് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. നഷ്ടപ്പെട്ടു പോയ തൻ്റെ ഭർത്താവിന് പകരമായിട്ടൊന്നുമില്ല. ആ പിഞ്ചു കുഞ്ഞ് ആ ചിതക്കരികിലൂടെ കടന്നിട്ട് ഓടിയിട്ട് കരയുന്നത് കാണുമ്പോൾ പടച്ചറബ്ബെ അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുകയാണ്. ഒരുപാട് മക്കളുണ്ട് അങ്ങനെ വാപ്പാനെ നഷ്ടപ്പെട്ട മക്കൾ, ഉമ്മാനെ നഷ്ടപ്പെട്ട മക്കൾ, അല്ലേ? അവരുടെ വേദനയെ നമ്മൾ തിരിച്ചറിയണം. ആ കുടുംബത്തിൻ്റെ ഒരു തണലായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയണം. മനാഫിന്റെ വാക്കുകളുണ്ട്, അച്ഛനില്ലാത്തൊരു വിഷമം ഒരിക്കലും ആ കുഞ്ഞറിയില്ല. വല്ലാത്ത ഒരു വാക്കാണത്. ഒരു മുതലാളിക്ക് അങ്ങനത്തെ വാക്കുകളൊക്കെ കൊടുക്കാൻ കഴിയുക എന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാനേ നമുക്ക് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാലോ, അത് സോഷ്യൽ മീഡിയയാണ്, പുറം മുഴുവനും പോകുന്ന വാക്കുകളാണ്. ഒരിക്കലും ഇത് പറഞ്ഞാൽ സമൂഹം, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹം ഇത് എന്നോട് ചോദ്യം ചെയ്യും, ഇതിന് ഈ വാക്കുകൾക്ക് വേണ്ടിയിട്ട് വില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. എന്നിട്ടും അദ്ദേഹം ആ ഒരു മനധൈര്യത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം
ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം. ആ ഒരു കുടുംബത്തിന്റെ തന്നെ കൊണ്ട് കഴിയുന്ന സഹായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്ന രൂപത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്നിട്ടും ആ ചെറുപ്പക്കാരനെ വളഞ്ഞിട്ടിട്ട് സോഷ്യൽ മീഡിയകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പല വാർത്തകൾ ഇങ്ങനെയാണ്, ഇങ്ങനെ അല്ലെ. നമുക്കറിയാം ഈശ്വർ മൽപ്പയുടെയൊക്കെ ഒരുപാട് അദ്ദേഹം ആ ഒരു മനുഷ്യനൊക്കെ ഒരുപാട് ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഒരു നിമിഷത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അല്ലെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പന ഇതാണ്. ഏകദേശം 73, 72, 73 ദിവസങ്ങൾ കഴിഞ്ഞ് ഏകദേശം 2.5 മാസത്തോളമായിട്ടാണ് ചെറുപ്പക്കാരനെ, അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എല്ലാവർക്കും മുമ്പിലേക്ക് അല്ലാഹു തആല കൊടുക്കുന്നത്. ഇതാ നിങ്ങളുടെ സുഹൃത്ത് എന്ന് പറഞ്ഞ്, നിങ്ങളുടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം നമുക്കെല്ലാവർക്കും പാഠമാണ്. പലതിനും നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഈ ഭൂമി ലോകത്ത് അല്ലാഹു തആല നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അത്ഭുതങ്ങൾ, ഇങ്ങനെ ഓരോ ദുരന്തങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. അല്ലാഹു തആല നന്മ നൽകട്ടെ. ഒരുപാട് ആളുകളുണ്ട്, നമ്മളൊക്കെ സുഹൃത്തുക്കൾ, ലോറി ഡ്രൈവർമാരും യാത്രകൾ പോകുന്നവരൊക്കെ, നമ്മളൊക്കെ യാത്രകൾ ചെയ്യുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു തആല വിഷമങ്ങൾ മാറ്റി കൊടുക്കട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ.